ഹായ് ഗൈസ്, ഹിസ്റ്ററി NCERT ക്ലാസ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ മംഗ്ലീഷായിട്ടാണ് സംസാരിക്കുന്നത്. കൂടുതലും ആ ഒരു ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് മലയാളത്തിലാണ് പറയുന്നത്. കാരണം നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് ആൻസർ എഴുതുന്നത് അല്ലേ. സോ ഇംഗ്ലീഷിലാണ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു ടേമുകളെല്ലാം നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നത്. കണ്ടൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. സോ ആ വേർഡിങ്സ് എല്ലാം തന്നെ അങ്ങനെ തന്നെ കേട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് മംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. സോ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഏർലിയസ്റ്റ് ആയിട്ടുള്ള പണ്ടത്തെ കാലത്തിലുള്ള ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ആ ഒരു പാതയിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഏകദേശം 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 2 മില്യൺ ഇയേഴ്സ് അഗോ. സോ നമ്മളറിയാം എന്താണ് ഫ്രോണ്ടിയേഴ്സിൽ നിന്ന് എന്ത് ചെയ്തു. ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നിന്ന് അവർ സബ് കോണ്ടിനെൻറ്റിലേക്ക് വന്നു. സോ ആ വന്നവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. ഡൗട്ടില്ലല്ലോ. ഇവർക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? സോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാദറേഴ്സ് എന്ന് പറയുമ്പം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അവർ ഫുഡ് ഗ്യാദർ ചെയ്യാണ്, ശേഖരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫ്രൂട്ട്സ്, റൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, ലീവ്സ്, എഗ്സ് ഇതെല്ലാം തന്നെ അവരെന്ത് ചെയ്യും, ശേഖരിക്കും. ഇതോടൊപ്പം തന്നെ അവരെന്താണ്, മൃഗങ്ങളെ എന്ത് ചെയ്യും, എന്താണ് ഹണ്ട് ചെയ്തെടുക്കും അല്ലേ, ആക്രമിച്ച് അതിനെ എന്താണ് ആഹാരമാക്കും ഇല്ലേ. സോ അതിൽ വൈൽഡ് ആനിമൽസ് വരും, ഫിഷ് വരും, ബേർഡ്സ് വരും. സോ ഇതിനെല്ലാം പിടികൂടാൻ നോക്കും ഇല്ലേ. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടായിരുന്നു. സോ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ കണക്ക് തന്നെ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സിൻ്റെ ആ ഒരു ജീവിതശൈലി വളരെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഈസി ടാസ്ക് ആണോ? ഒരിക്കലും അല്ലേ, വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അലേർട്ടായിരിക്കണം, ക്വിക്കായിരിക്കണം, ഒപ്പം തന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. സോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസുമായിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് അവർ താമസിക്കുന്നത് അല്ലേ. ഇപ്പം തന്നെ പ്ലാന്റ് പ്രൊഡ്യൂസിനെ പറ്റി പറയുകയാണെങ്കിലും എഡിബിളാണോ അല്ലയോ, പോയ്സണസ് ആണോ, ഒപ്പം തന്നെ ഓരോ ഫ്രൂട്ടിൻ്റെയും ഓരോ ട്രീസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ സീസൺസ് അനുസരിച്ച് അവരെന്ത് ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. സോ അവർക്കെന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽസും നോളജും ഉണ്ടായിരുന്നു. സോ ഈ ഒരു സ്കിൽസും നോളജും മനസ്സിലാക്കിയപ്പോഴാണ് ഓരോ സീസൺ അനുസരിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മൂവ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ മൂവ്മെൻറ്റിനുള്ള റീസണാണ്. സോ റീസൺ ഫോർ ദ മൂവ്മെൻറ്റ്. സോ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുകയാണെങ്കിൽ ആ റീജിയനിലുള്ള റിസോഴ്സസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. സോ റിസോഴ്സസ് കുറയുമ്പോഴേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളും മറ്റും എന്ത് ചെയ്യും, കുറയും അല്ലേ. സോ അവരെന്ത് ചെയ്തു, ഫുഡിന് വേണ്ടി എന്ത് ചെയ്തു, മൂവ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം അനിമൽസ് ആണെങ്കിലും ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള എല്ലാ ജീവികളും അവർക്ക് ഇരകളെ തേടി അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. സോ എന്താണ്, അനിമൽസ് അതിൻ്റെ ഇരകളെ തേടി മൂവ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, വീണ്ടും അവിടുത്തെ ഈ റിസോഴ്സസ് തന്നെയാണല്ലേ കുറയുന്നത്. സോ അനിമൽസ് എങ്ങോട്ടാണ് മൂവ്ഡ് ആവുന്നത്, ആ റീജിയൻസിലേക്ക് എന്ത് ചെയ്തു, ഈ ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും മൂവ് ചെയ്യാൻ തുടങ്ങി. സോ അനിമൽസ് അതിൻ്റെ ഇരകൾക്ക് വേണ്ടി മൂവ് ചെയ്തപ്പം എന്ത് ചെയ്തു, ഈ ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനി നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അവിടെ പ്ലാന്റ്സും ട്രീസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലേ. സോ എന്താണ്, സീസൺ. സോ സീസണൽ ചേഞ്ചും എന്താണ് ഇവരുടെ മൂവ്മെൻറ്റിന് ഒരു കാരണമായിട്ട് വന്നു. സോ സീസൺ ടു സീസൺ അവരെന്ത് ചെയ്തു, മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താണ്, മറ്റൊരു ആവശ്യമായിട്ടുള്ള റിസോഴ്സാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് വാട്ടർ റിസോഴ്സസ് പ്ലെൻറ്റി ആയിട്ടുള്ള ഏരിയയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ റിവേഴ്സ് നോക്കുകയാണെങ്കിൽ മിക്ക റിവേഴ്സും എന്താണ്, പെരനിയലാണ്. പെരനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, പെരനിയൽ, 1 സെക്കൻഡ്. സോ നമ്മുടെ റിവേഴ്സ് പെരനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വർഷം മുഴുവനും എന്താണ് അവിടെ വെള്ളമുണ്ടായിരിക്കും. അതാണ് പെരനിയൽ എന്ന് പറയുന്നത്. എന്താണ് മറ്റ് റിവേഴ്സിനെ നമ്മളെന്താണ് പറയുന്നത്, സീസണൽ റിവേഴ്സ് എന്നാണ് പറയുന്നത്. സോ മഴയുള്ളപ്പം മാത്രം എന്താണ് വെള്ളമുള്ള ആ ഒരു റിവറിനെ നമുക്ക് സീസണൽ റിവർ എന്ന് പറയാം. വർഷം
എല്ലായ്പ്പോഴും എന്താണ് നദി വറ്റാതെ ഉള്ള അത്തരം റിവേഴ്സിനെ നമ്മൾ പെരിനിയൽ റിവേഴ്സ് എന്ന് പറയും. സോ ആ ഒരു റിവർ ബാങ്ക്സിൽ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാട്ടർ റിസോഴ്സസ് ആണ്. ഒപ്പം തന്നെ ഈ അനിമൽസ് ആണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും ആ ഒരു റിവറിൻ്റെ ബാങ്ക്സിൽ ഉണ്ടായിരുന്നു. സോ ഇതും ഒരു റീസണാണ്. സോ ഈ ഒരു റീസൺസ് കാരണം എന്ത് ചെയ്തു, ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഏറ്റവും കൂടുതൽ എവിഡൻസ് കിട്ടിയത് ആർക്കിയോളജിസ്റ്റിൽ നിന്നാണ്. സോ ഈ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യും, എർത്തിൻ്റെ സർഫസ് കുഴിക്കും ഇല്ലേ. സോ അതിനെ നമ്മൾ എന്തെന്ന് പറയും, എക്സ്കവേഷൻസ് എന്ന് പറയും. സോ ആഴത്തിൽ കുഴിയെടുക്കുക, അതാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡീപ്പ് എക്സ്കവേഷൻസിലൂടെ നമുക്ക് എന്തെങ്കിലും എവിഡൻസുകൾ കിട്ടുകയാണെങ്കിൽ ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേര് സൈറ്റ് എന്നാണ്. സോ നമ്മൾ ഓരോ സൈറ്റുകളിൽ നിന്ന് ആ ഒരു ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ടൂൾസാണ് ഫസ്റ്റ് നോക്കുന്നത്. സോ ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുള്ള ടൂൾസ് നോക്കുകയാണെങ്കിൽ സ്റ്റോൺ ഉണ്ട്, വുഡുണ്ട്, ബോൺസ് ഉണ്ട്. സോ ഈ 3 ടൂൾസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് ഏതാണ്, സ്റ്റോൺ ടൂൾസ് ആണ് അല്ലേ. സോ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ സൈറ്റ് എന്ന് പറയത്തില്ലേ. സോ ചില സൈറ്റുകളിൽ നോക്കുവാണെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് കാണാൻ പറ്റും. അതിൽ തന്നെ ചിലത് സെലക്ട് ചെയ്തിട്ട് മാറ്റി ഇട്ടേക്കുന്നത് കാണാം. അത് പെർഫെക്റ്റ് അല്ലാത്ത സ്റ്റോൺസിൻ്റെ ഒരു ഗ്രൂപ്പ് മാറ്റി ഇട്ടേക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മിനുസപ്പെടുത്തത്തില്ലേ, അങ്ങനെ വിടുമ്പം ഓരോ സ്ലൈസസുകൾ വീഴത്തില്ലേ. സോ കുറേ സ്റ്റോണിൻ്റെ ചിപ്സ് പോലത്തുള്ള വേസ്റ്റുകളും ഒരു റീജിയനിൽ നമ്മൾ കൂട്ടമായിട്ട് കണ്ടു. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവർ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ടൂൾസ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഫാക്ടറി ഏരിയ ആണ്. സോ ആ ഒരു റീജിയൻസിനെ ആർക്കിയോളജിസ്റ്റ് ഫാക്ടറി സൈറ്റ്സ് എന്ന് വിളിച്ചു. സോ ഇവർ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ആ ഒരു സൈറ്റിനെ ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നു. ഇത് കൂടാതെ തന്നെ മറ്റൊരു എവിഡൻസ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ആഷ്. സോ നമുക്ക് ചാരം കിട്ടണമെങ്കിൽ എന്തിൻ്റെ എവിഡൻസാണ്, ഫയർ. സോ അവർ ഫയർ യൂസ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. സോ അവർ യൂസ് ചെയ്യുന്ന ടൂള് സ്റ്റോൺ ടൂൾസാണ്. സോ നമുക്ക് എന്ത് പറയാം, സ്റ്റോൺ ഏജിൻ്റെ ഒരു സ്റ്റാർട്ടിനെ പറ്റി പറയാം. സോ നമ്മൾ സ്റ്റോൺ ഏജ് ജസ്റ്റ് പറയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും, ജസ്റ്റ് ഒന്ന് പറയാണ്. സോ നമുക്ക് 3 സ്റ്റോൺ ഏജ് പീരീഡ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയോലിത്തിക് പീരീഡാണ്. പാലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് എന്നാണ്. സോ ഓൾഡ് സ്റ്റോൺസ് എന്ന് പറയാം. സോ ഇത് ഏകദേശം 2 മില്യൺ ഇയേഴ്സ് എഗോ, ആ ഒരു ടൈം പീരീഡ്, അതായത് 2 മില്യൺ ഇയേഴ്സ് എഗോ തൊട്ട് ഒരു 20,000 ഇയേഴ്സ് എഗോ ഇടയിലുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈമിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാർജറായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. സെക്കൻഡ് ഏജ് പീരീഡാണ് മീസോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ മിഡിൽ സ്റ്റോൺ എന്ന് പറയാം. സോ വളരെ ടൈനി ആയിട്ടുള്ള സ്റ്റോൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ അത്തരത്തിലുള്ള ടൈനി സ്റ്റോൺസിനെ നമ്മൾ മൈക്രോ ലിറ്റ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ 12,000 തൊട്ട് 10,000 വർഷങ്ങളുടെ ആ ഒരു പീരീഡ് ടൈമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു 10,000 തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ടൈമിനെ വിളിക്കുന്ന പേരാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് പുതിയ ടൂൾസുകൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ഇതാണ് ആ ഒരു സ്റ്റോൺ ഏജ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻവയോൺമെൻറ്റ് ചേഞ്ചസിനെ പറ്റിയാണ്. അതായത് ഏകദേശം ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലൈമറ്റ്, വേൾഡിൻ്റെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയി. അതായത് നമ്മുടെ എർത്ത് വാംതായി, ചൂടായി. സോ അങ്ങനെ ചൂടായപ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഏരിയയിലും ഗ്രാസ് ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിനെ ആഹാരമാക്കുന്ന മാനുകളാണെങ്കിലും ആടുകളാണെങ്കിലും കന്നുകാലികളാണെങ്കിലും അവരുടെ എല്ലാം പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. സോ ഇതിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പോഴേക്കും ഇതിനെ ഹണ്ട് ചെയ്ത് ജീവിക്കുന്ന മറ്റ് അനിമൽസ് എന്ത് ചെയ്യും, ഈ ജീവികൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ഏരിയയിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ
എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് എന്ത് ചെയ്തു, ഇത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. സോ അവർക്ക് മനസ്സിലായി ഓരോ ജീവികൾക്കും അവരുടേതായിട്ടുള്ള ഫുഡ് ഹാബിറ്റുകളുണ്ട്. ഒപ്പം തന്നെ ഓരോ ജീവികൾക്കും അവരുടേതായിട്ടുള്ള ബ്രീഡിങ് സീസൺ ഉണ്ട്. ഇങ്ങനെ ഇവരെ ഇണ ചേർത്ത് വളർത്താം എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവർ ഫിഷിങ്ങും സ്റ്റാർട്ട് ചെയ്തു. സോ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സെറ്റിൽഡ് ലൈഫിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇല്ലേ. ഇത് കൂടാതെ തന്നെ മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പം തന്നെ നാച്ചുറലി എന്ത് ചെയ്തു, ഗ്രോ ചെയ്തിട്ടുള്ള കുറേ ധാന്യങ്ങളുണ്ടായിരുന്നു. അതായത് ആ ഒരു ഏരിയയിൽ വീറ്റ്, ബാർലി, റൈസ് ഇതെല്ലാം എന്ത് ചെയ്തു, വളരാൻ തുടങ്ങി. സോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എന്ത് ചെയ്തു, ഈ ധാന്യങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവരെന്ത് ചെയ്തു, ഇതെങ്ങനെ വീണ്ടും വളർത്താം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചു. ഇതെപ്പോഴാണ് വിളയുന്നത്, ഇതെപ്പോഴാണ് പാകമാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങി. സോ നമുക്ക് സിംപിളി പറയാം അവർ അഗ്രികൾച്ചറിനെ പറ്റി തിങ്ക് ചെയ്ത് തുടങ്ങി. ഒപ്പം തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനുള്ള ഐഡിയാസും തിങ്ക് ചെയ്യാൻ തുടങ്ങി. പറയാൻ പോകുന്നത് മറ്റൊരു സിമ്പിൾ എവിഡൻസ് ആണ്. സോ നമ്മളിപ്പം ആർക്കിയോളജിക്കൽ സൈറ്റുകൾ നോക്കുമ്പോഴേക്കും എസ്പെഷ്യലി മധ്യപ്രദേശ്, UP ഈ ഒരു ഹില്ലി റീജിയൻസിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സുകൾ കാണാൻ പറ്റി. സോ അവിടുത്തെ കേവ്സിലാണെങ്കിലും വോൾസിലാണെങ്കിലും ഒക്കെ ഒത്തിരി പെയിൻറ്റിങ്സുകൾ കാണാൻ തുടങ്ങി. സോ മെയിനായിട്ട് പാറകളിലായിരിക്കുമല്ലോ ഇത് വരച്ചിട്ടുണ്ടാവുക. സോ ഇതിനെ നമ്മളെന്താണ് റോക്ക് പെയിൻറ്റിങ്സ് എന്നാണ് വിളിച്ചിരുന്നത്. സോ ഇതൊരു മറ്റൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ നമ്മൾ ഇന്ന് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മുമ്പ് ഫോറസ്റ്റിലുണ്ടായിരുന്ന ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ഡെവലപ്ഡ് ആയിട്ട് എവിടെ വന്ന് നിൽക്കുകയാണ്, അഗ്രികൾച്ചറിനെ പറ്റി ചിന്തിച്ച് ആ ഒരു ടൈം പീരീഡിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവർ വോൾസിൽ പെയിൻറ്റിങ്സുകൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റോൺ ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ധാന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ധാന്യങ്ങൾ വിത്ത് പാകുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അനിമൽസിനെ ഹണ്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ കാലഘട്ടത്തിലുള്ള മെന്നും വിമനും ഇവർ ഇത് ഒരുമിച്ചായിരുന്നോ ചെയ്തിരുന്നത്, അതോ ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ ഉണ്ടായിരുന്നോ? സോ ഇത്തരത്തിലുള്ള അസംഷൻസ് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണേ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.